അപ്പം ഞാൻ അലക്സത്തിനോട് പറഞ്ഞു, അച്ഛാ ഈ ആൾക്കാർ ഇപ്പോൾ പറയുന്ന സാക്ഷ്യങ്ങളൊന്നും അത് ഉടമ്പടി സാക്ഷ്യമാണ്, പക്ഷേ പ്രത്യക്ഷീകരണ സാക്ഷ്യമല്ലെന്ന് പറയും. ഉടമ്പടി സാക്ഷ്യമാണ്, പക്ഷേ പ്രത്യക്ഷീകരണ സാക്ഷ്യമല്ല. കാര്യം പലതരം സാക്ഷ്യങ്ങൾ ഇവിടെ നടക്കുന്നത്. ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഉടമ്പടി സാക്ഷ്യത്തെക്കാളും വലിയ സാക്ഷ്യങ്ങളാണ്. എന്താ കാര്യം? ഞാൻ അച്ഛനോട് പറഞ്ഞത്, അമ്മയോട് പറയുന്നുണ്ട് മരിച്ച ആൾ ഉയർത്തി നിൽക്കുമെന്ന് പറയുന്നുണ്ടെന്ന് പറയും. ഞാൻ അങ്ങനെ അച്ഛനോട് പറഞ്ഞത്, മരിച്ചു കിടക്കുന്ന ആൾ ഉയർത്തി നിൽക്കുമെന്ന് അമ്മ പറയുന്നുണ്ട്. അതാണ് ബാക്കി നമ്മളെല്ലാം കേട്ടോണ്ടിരിക്കുന്ന എല്ലാം ഉടമ്പടി സാക്ഷ്യങ്ങളാണ്. കാര്യം ഇവിടെ ഇത്രയും അടയാളങ്ങൾ നടക്കാൻ കാര്യം 2-3 കാര്യങ്ങളാണ്. ഒന്ന്, പ്രത്യക്ഷീകരണം ചില ആൾക്കാർ ഭയങ്കരമായ വിഷയമായിട്ട് എടുക്കും. അപ്പോൾ അവർക്ക് പ്രത്യക്ഷീകരണ സാക്ഷ്യം കിട്ടിയോ? പത്രം കൊടുക്കുന്ന പോലും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉടമ്പടി വഴിയാണ് നമ്മളത് കൊടുക്കണമെങ്കിലും പത്രം കൈമാറുന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താ കാര്യം? അമ്മ പ്രത്യക്ഷപ്പെട്ടു, ദുരന്തം ഉണ്ടാകാൻ കൂടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇതല്ലേ പത്രം പറയണത്. നമ്മുടെ പത്രം ഒരാൾ വായിക്കുമ്പോൾ അയാൾ വായിക്കുന്നൊരു കാര്യം എന്താണ്? അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ദുരന്തം ഉണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അമ്മ എന്നെ പത്രം വഴി ഉടമ്പടിയിലൂടെ ക്ഷണിക്കണത്, ഇല്ലേ? അപ്പോൾ ലക്ഷ്യം എന്താണ്? പ്രത്യക്ഷീകരണമാണ് ലക്ഷ്യം. ഉടമ്പടി അതിലേക്കുള്ളൊരു മാർഗ്ഗമാണ്.